കണ്ണപ്പയിൽ മോഹൻലാലിനെയും പ്രഭാസിനെയും അക്ഷയ് കുമാറിനെയും ഉൾപ്പെടുത്തിയത് ചിത്രത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനാണെന്ന് നടൻ വിഷ്ണു മഞ്ജു. അതിഥി വേഷമാണ് മൂവർക്കും. കൂടാതെ കാജൽ അഗർവാളുമുണ്ട്. വിഷ്ണു മഞ്ജുവിനെ നായകനാക്കി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രമാണ് കണ്ണപ്പ. ശിവഭക്തനായ കണ്ണപ്പയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ശിവപാർവതിമാരായി അക്ഷയ് കുമാറും കാജൽ അഗർവാളും വേഷമിടുന്നു. വിഷ്ണുവിൻ്റെ പിതാവ് മോഹൻ ബാബുവാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. സംഗീതം നൽകിയത് സ്റ്റീഫൻ ദേവസിയും. ₹1 പോലും പ്രതിഫലം വാങ്ങാതെയാണ് മോഹൻലാലും പ്രഭാസും കണ്ണപ്പയിൽ അഭിനയിച്ചതെന്ന് വെളിപ്പെടുത്തുകയാണ് വിഷ്ണു മഞ്ജു. കണ്ണപ്പ നിർമ്മിക്കാൻ എന്നെ വളരെയേറെ സഹായിച്ചവരാണ് മോഹൻലാലും പ്രഭാസും. വലിയൊരു സൂപ്പർ സ്റ്റാറായ മോഹൻലാലിന് എൻ്റെ ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ എൻ്റെ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും കാരണം ആ വേഷം ചെയ്യാൻ അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. പ്രഭാസ് എൻ്റെ സുഹൃത്താണ്, ഏഷ്യയിലെ തന്നെ വലിയ താരം. അദ്ദേഹത്തിനും ഈ വേഷം ചെയ്യേണ്ട കാര്യമില്ല. ചിത്രത്തിൻ്റെ റീച്ച് കിട്ടാൻ പ്രഭാസ് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് തയ്യാറാവുകയായിരുന്നു. വേഷം എന്താണെന്ന് പോലും പ്രഭാസ് അന്വേഷിച്ചില്ല. ഇരുവരും ₹1 പോലും പ്രതിഫലം വാങ്ങിയിട്ടുമില്ല. പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നീ എനിക്ക് ചുറ്റുമാണ് വളർന്നത്, എൻ്റെ അഭിനയത്തിന് പ്രതിഫലം തരാൻ മാത്രം ധൈര്യമോ എന്നായിരുന്നു മോഹൻലാലിൻ്റെ ചോദ്യം. എന്നെ കൊല്ലുമെന്നായിരുന്നു പ്രഭാസിൻ്റെ പ്രതികരണം. കുറഞ്ഞ പ്രതിഫലമേ അക്ഷയ് കുമാറും വാങ്ങിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രതിഫലത്തിൽ കുറവ് വരുത്തേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം എൻ്റെ സുഹൃത്ത് പോലുമല്ല. ഇതിനു മുമ്പ് എന്നെ അറിയുക പോലും ഉണ്ടായിരുന്നില്ല, വിഷ്ണു മഞ്ജു പറയുന്നു. മോഹൻലാൽ യാത്രാ ചെലവ് പോലും വാങ്ങിയില്ലെന്നാണ് വിഷ്ണു പറയുന്നത്. വിഷ്ണു, ഞാൻ എപ്പോഴാണ് ന്യൂസിലാൻഡിലേക്ക് വരേണ്ടത് എന്നാണ് അദ്ദേഹം വിളിച്ചു ചോദിച്ചത്. ടിക്കറ്റ് സ്വയം ബുക്ക് ചെയ്തോളാം. എനിക്കും സ്റ്റാഫിനും താമസ സൗകര്യം ഏർപ്പെടുത്തിയാൽ മതി എന്നും മോഹൻലാൽ പറഞ്ഞു. 15 മിനിറ്റ് മാത്രമാണ് കണ്ണപ്പയിൽ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ സ്പേസ്. ചിത്രത്തിന് ദൈർഘ്യം കുറയ്ക്കാൻ മോഹൻലാൽ അഭിനയിച്ച 7 മിനിറ്റോളം വെട്ടിക്കളയേണ്ടി വന്നു, വിഷ്ണു പറയുന്നു. ജൂൺ മാസത്തിലാണ് കണ്ണപ്പയുടെ റിലീസ് തീരുമാനിച്ചിരുന്നത്. ഇതിനിടയിലാണ് ചിത്രത്തിൻ്റെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച ഹാർഡ് ഡിസ്ക് കാണാതാവുന്നത്. വിഷ്ണു മഞ്ജുവിൻ്റെ ഓഫീസ് ജീവനക്കാരായ രഘു, ചരിത എന്നിവരാണത്ര ഇതിനു പിന്നിൽ. ഇരുവരെയും നിലവിൽ കാണാനില്ല.